കലിപ്പന്റെ കുറുമ്പിപ്പെണ്ണ്. രചന ലച്ചൂട്ടി ലച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കല്യാണി, അവരിതേ എത്തി. സ്വാതിമോൾ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? അച്ഛന്റെ ശബ്ദം കേട്ട് ചായക്കപ്പിലേക്ക് പറത്തിക്കൊണ്ടിരുന്ന ചാരുവിന്റെ കൈകൾ ചെറുതായെന്ന് വിറച്ചു. സൂക്ഷിച്ച് ചെയ്യും മോളെ, ചായ തുളുമ്പി ഡ്രസ്സിലൊക്കെ ആവും. സ്നേഹത്തോടെ ശകാരിച്ചുകൊണ്ട് അമ്മ ഉണ്ണിയപ്പം പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. യാത്രയൊക്കെ സുഖമായിരുന്നോ? മുത്തച്ഛന്റെ ശബ്ദം. അവർ ഉമ്മറപ്പടിയിലേക്ക് കയറിയെന്ന് തോന്നുന്നു. ചാരുലതയുടെ ഉള്ളുലഞ്ഞു. അകാരണമായൊരു വികാരം, ഭയമോ ഇഷ്ടമോ എന്തെന്നറിയാത്ത ഒന്ന് ഇപ്പോഴും അയാളിലേക്ക് ഒരു കൊളുത്തായി വലിച്ചടുപ്പിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു അവൾ. ഇടക്ക് വെച്ച് വണ്ടിയൊന്നും ബ്രേക്ക് ഡൗൺ ആയി, അതാ താമസിച്ചത്. സുധീറിന്റെ അമ്മാവനാണത്. മോളെ, നീ പോയി സ്വാതിയെ വിളിക്കേ. ചായ അവിടെ കൈ കൊടുത്ത് ബാക്കിയുള്ള പലഹാരങ്ങളെടുത്ത് മോള് അപ്പുറത്തേക്ക് പോരണം. രണ്ട് കുടുംബങ്ങളുടെയും പിണക്കം തീർത്തിട്ട് പോലും എൻ്റെ കുട്ടിക്ക് അവരോടൊന്നും ശരിക്കും അടുത്തിടപഴകാൻ പറ്റിയില്ലല്ലോ. ഇനി അത് പോരാ. അപ്പുറത്ത് നിന്ന് താമസം മാറിയ ശേഷം അച്ഛൻ എന്തോ നല്ല ബുദ്ധി തോന്നി തന്നെയാ ഇങ്ങനൊരു ആലോചനയോടെ ജാനകിയത്തെയും കുടുംബത്തിനെയും വീണ്ടും കൂടി തിരികെ വിളിക്കാൻ തോന്നിയത്. ഇതൊന്നും നടന്നു കിട്ടിയാ നമ്മുടെ സ്വാതിക്ക് നല്ലൊരു ജീവിതം മാത്രമല്ല, ഏടത്തേക്ക് ജനിച്ചു വളർന്ന തറവാട്ടിലേക്കുള്ള തിരിച്ചുവരവും കൂടിയാവും അത്. നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തിയ അമ്മ പലഹാരം കൊണ്ടുപോയപ്പോഴും ചാരുലതയുടെ മനസ്സിൽ ആശങ്കകളുടെ വിത്തുകൾ മുളപൊട്ടിയിരുന്നു. സ്വാതിയെ ഉമ്മറത്തേക്ക് പറഞ്ഞു വിട്ട് ചാരു അടുക്കളപ്പടിയിൽ അലസമായിരുന്നു. ഇവിടുന്ന് ഒരടി അനങ്ങാൻ വയ്യ. തന്നെ കാണുമെന്ന് ജാനകിയപ്പയോ സുധീറിന്റെ അമ്മാവനോ പറഞ്ഞാൽ എങ്ങനെയാണ് അവിടെ മുമ്പിൽ ചെല്ലുന്നത്? ചാരുവേ, ഒന്ന് ഇങ്ങോട്ട് വരുവോ? മുത്തശ്ശിയാണ്. ഒരു നിമിഷം പോണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ടും പോണ്ടാന്ന് തന്നെ തീരുമാനിച്ചവൾ എങ്ങോട്ട് പോകും? അധിക സമയം ഇവിടെ നിന്നാൽ ചിലപ്പോൾ ജാനകിയപ്പ തിരക്കി വരാനും മതി. ചാരുലത ചിന്തയോടെ ഇരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞോ അതുപോലെ തന്നെയുണ്ട് അയാൾ ഇപ്പോഴും മുന്നിൽ. പകയും പ്രണയവും ഒന്നായി കണ്ട മനുഷ്യൻ. തന്റെ വികാരങ്ങൾക്കും നൊമ്പരങ്ങൾക്കും പുൽക്കുടിയുടെ പോലും സ്ഥാനം സ്വന്തം മനസ്സിൽ നൽകാതെ ഹൃദയം കൊണ്ട് ചവിട്ടി അരച്ച അയാൾക്ക് മുമ്പിൽ കെട്ടുകാഴ്ചയെ പോലെ നിൽക്കുകയാണ് സ്വാതിയേച്ചി. അതിൻ്റെ കൂടെ താൻ കൂടി ചെന്ന് നിന്നാൽ പഴയ സിദ്ധുവിൽ നിന്നൊരു മാറ്റം അയാൾക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു തമാശ വസ്തുവായി പ്രദർശിക്കപ്പെടുന്നാൽ അതിനി ഈ ജന്മത്തിൽ ചാരുവിന് വയ്യ. അയാളിൽ നിന്നൊരു രക്ഷപ്പെടൽ തന്നെയായിരുന്നു നാട് വിട്ടുള്ള പഠനം പോലും. ഇനി ഒരിക്കൽ കൂടി അയാളെ നേർക്കുനേർ കണ്ടാൽ ഒരുപക്ഷെ തൻ്റെ അടക്കി വെച്ച വെറുപ്പും വിദ്വേഷവുമായിരിക്കും പൊട്ടിത്തെറിക്കുന്നത്. അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു തട്ടലിനായി ഇപ്പോഴും മയങ്ങിക്കിടക്കുന്ന അയാളോടുള്ള കുഞ്ഞു പ്രണയം. ചിലപ്പോൾ അതാവും പുറത്തേക്ക് വരുന്നത്. ഇതുവരെ ആരും അറിയാത്ത ഒന്ന്. 2 കുടുംബങ്ങൾ ഇത്രയും സന്തോഷത്തോടെ എത്രയോ നാൾ കൂടി വീണ്ടും ഒന്ന് ചേർന്നിട്ട് താനൊരാളുടെ തുറന്നു പറച്ചിലൂടെ നശിപ്പിക്കാനാവില്ല. അഥവാ സിദ്ധാർത്ഥിന്റെ മനസ്സിനൊരു ഇളക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്ത തെറ്റിനെ പറ്റി ഒരു അംശമെങ്കിലും ബോധ്യം അയാൾക്കുണ്ടെങ്കിൽ, സ്വാതിയേച്ചി കിട്ടാൻ പോകുന്ന നല്ലൊരു ജീവിതമായിരിക്കും അറിയാതെങ്കിലും താനായിട്ട് തട്ടിത്തെറിപ്പിക്കുന്നത്. അത് പാടില്ല. ഒരുപാട് നാൾ കൂടി അവിടെ മിഴികളിൽ കണ്ട തിളക്കം അതൊരിക്കലും തൻ്റെ എടുത്തിയാട്ടം മൂലം മങ്ങിക്കൂടാ. പക്ഷേ തനിക്ക് എങ്ങനെ കഴിയും? ചങ്കിൽ കൊണ്ട് നടന്നയാളാണ്. വേണ്ട ചാരു, ഇനി അത് ഓർക്കാൻ പാടില്ല. കഴിഞ്ഞു. ഇനി അങ്ങനെയൊന്നും വേണ്ട നിനക്ക്, ഓർമ്മകളിൽ പോലും. ചാരു സ്വയം സമാധാനിപ്പിക്കാനെന്ന വണ്ണം നിറഞ്ഞ കണ്ണുകൾ പതിയെ തുടച്ചു. മുത്തശ്ശിക്ക് മറുപടി കൊടുക്കാതെ അവൾ പതിയെ മുറിയിലേക്ക് കയറി. സ്വാതി ഓടിപ്പിടച്ചു വന്നു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. എന്തുപറ്റി സ്വാതിയേച്ചി? ഒന്നും പറയണ്ട. സുധീറിന്റെ അമ്മ കലമുടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സിദ്ധുവിനായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആവാന്ന്. സിദ്ധു എങ്ങനെയിരിക്കുന്നു ചേച്ചി? ചാരുവിന്റെ ആകാംക്ഷ എടുത്തടിച്ചൊരു ചോദ്യമായി പോയെന്ന് പിന്നീടാണ് അവൾക്ക് തോന്നിയത്. എന്നാൽ സ്വാതിക്ക് അതിൽ അസ്വാഭാവികതയും തോന്നിയില്ല. എനിക്ക് വലിയ മാറ്റം തോന്നിയില്ല ചാരു, പണ്ടത്തെ പോലെ തന്നെ. പിന്നെ എന്നെക്കാളും നിങ്ങൾ രണ്ടാളായിരുന്നല്ലോ കൂട്ട്. മുത്തശ്ശി വിളിച്ചിട്ട് നീ എന്ത് വരാഞ്ഞേ? അവളൊന്നും പറയാൻ നിശബ്ദം നിന്നു. ഒരിത്തിരി ധൈര്യം താ മോളെ. നിന്റെ 2 വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു തണുപ്പാ. ഞാനെന്ത് പറയാനാ സ്വാതിയേച്ചി? അവളുടെ ശബ്ദം പതറി. എന്തും? സിറ്റുവേഷന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? മുമ്പത്തെ പോലെയൊന്നുമല്ല, എന്തോ വല്ലാത്ത ഭയം. ഇതുകൂടി നടന്നില്ലെങ്കിൽ ഇനിയൊരു കാഴ്ച വസ്തുവായിട്ട് ഒരുങ്ങിക്കാൻ ചേച്ചിക്ക് വയ്യടാ. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് നിഴലിച്ച നിരാശ ചാരുവിന്റെ ഉള്ളിൽ തട്ടി. ഉള്ളിൽ 1000 കാരമുള്ള ദംശിക്കുന്ന വേദന അമർത്തി അവൾ സ്വാതിയെ പുണർന്നു. ഇത് നടക്കും ചേച്ചി. ഇതോടെ എൻ്റെ ചേച്ചിയുടെ എല്ലാ വിഷമങ്ങളും മാറും. അവളുടെ തോളിൽ തട്ടി പതിയെ പറയുമ്പോൾ ചാരുലത മനസ്സിൽ പറഞ്ഞു, എൻ്റെയും. എത്ര ഉള്ളിലേക്ക് ഒതുങ്ങിയിരിക്കാൻ ശ്രമിച്ചിട്ടും ജാനകിയപ്പ അവളെ തിരക്കി മുറിയിലേക്ക് വരിക തന്നെ ചെയ്തു. മോളെ. അവരുടെ കരസ്പർശം അറിഞ്ഞവൾ മുഖം കുനിച്ച് നിന്നു. മോളെന്താ അപ്പുറത്തേക്ക് വരാഞ്ഞെന്ന് അപ്പയ്ക്ക് അറിയാം. എന്തുകൊണ്ടാണ് മോളെ ഞങ്ങളെ കാണാൻ മടിക്കുന്നതെന്ന് അറിയാവുന്നത് ഇപ്പം എനിക്കും സിദ്ധുവിൻ്റെ അച്ഛനും പിന്നെ നിങ്ങൾ 2 മാത്രമാണ്. ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ പൊരുള് മോൾക്ക് മനസ്സിലായല്ലോ. ചാരുലത മിഴിച്ചു നോക്കി. ഇനിയും അങ്ങനെയേ പാടുള്ളൂ. ഒരു നിമിഷത്തിന് ശേഷം അവർ തുടർന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ കുടുംബത്തിനോട് ചെയ്ത ചതി, അതിനോടുള്ള പ്രതികാരമായിട്ട് അദ്ദേഹത്തിന് എന്നെ ഉപദ്രവിച്ചപ്പോൾ എല്ലാത്തിനും സാക്ഷിയാവേണ്ടി വന്ന സിദ്ധുവിൻ്റെ ഉള്ളിലെ പക അവനോടൊപ്പം തന്നെ വളർന്നു. പക്ഷെ അതിൻ്റെ പാരമ്യത്തിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ഒരു നീർക്കമുള പൊട്ടുന്ന ലാഘവത്തോടെ ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ ആക്കം കുറഞ്ഞു വരിക. എന്തുകൊണ്ടാണെന്ന് അപ്പയ്ക്ക് അറിയില്ല. ഒന്ന് മാത്രം അറിയാം, അതെൻ്റെ മോള് കാരണമാണെന്ന്. ഞാനോ? അതെ. പക്ഷെ ഇനി അതിനെക്കുറിച്ചൊന്നും പറയാനുള്ള അവസരമില്ല. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഏതോ മുജ്ജന്മ സുഹൃതം. അതാവാം അച്ഛൻ ഇങ്ങനെ ഒരു ആലോചനയിലൂടെ അടർന്നുപോയ എന്നെ എൻ്റെ കുടുംബത്തിലേക്ക് വീണ്ടും വിളക്കി ചേർക്കാൻ തോന്നിയത്. ഞാൻ സ്വാർത്ഥയാവുന്നുണ്ടെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പ പറഞ്ഞോളൂ.
അപ്പിക്ക് ഒന്നേ പറയാനുള്ളൂ മോളെ, അപേക്ഷയാ. ആറ് പറയാൻ തുടങ്ങിയെന്ന് ചാരുലത അവരുടെ കൈകൾ മുറുകെ പിടിച്ചു. പേടിക്കണ്ട, ഞാനും സിദ്ധുവായിട്ട് എന്തൊക്കെയുണ്ടായിരുന്നോ അതെല്ലാം മറക്കാൻ ശ്രമിക്കാൻ ഞാൻ. ഇപ്പം എല്ലാത്തിനേക്കാളും എനിക്ക് വലുതെൻ്റെ സ്വാധീനിച്ചാ. ആൾക്ക് വേണ്ടി ഞാൻ എന്നും ചെയ്യും, എൻ്റെ ജീവൻ വരെ കൊടുക്കും. ജാനകി അപ്പം സമാധാനമായിട്ട് പോയിക്കോളൂ. അവരുടെ കൈകൾ വിടുവിച്ച് പുറത്തേക്ക് നടക്കുമ്പോഴേക്കും ചാരുവിന്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി ഈറനണിഞ്ഞിരുന്നു. എന്താണ് തനിക്ക് പറ്റിയത്? സിദ്ധാർത്ഥം മാറിയിട്ടുണ്ടാവാം. അതായിരിക്കില്ലേ ജാനകിയപ്പൻ തന്നോട് ഇത്രയും പറയാൻ തുടങ്ങിയത്. സന്തോഷിക്കല്ലേ വേണ്ടത്. പാവം സ്വാധീനിച്ച് ഇത്രയും നാൾ കൂടി അവളുടെ മുഖം തെളിഞ്ഞു. സിദ്ധുവിന് അവൾക്ക് ഇഷ്ടമായി എന്ന് ഉറപ്പാണ്. വേണ്ട, വീണ്ടും പഴയതൊക്കെ ഓർത്ത് ചാരുലത കണ്ണുകൾ തുടച്ചു. തന്റെ ചേച്ചിയെ കല്യാണം കഴിക്കുന്ന ആൾ അതുമാത്രമാണ് ഇനി സിദ്ധു. തനിക്ക് അങ്ങനെ തന്നെ മതി. പോവാൻ നേരവും അവരന്വേഷിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന അവൾക്ക് സിദ്ധാർത്ഥിനെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസം കൊണ്ട് അവൾ മുറിയിൽ തന്നെ ചടഞ്ഞുകൂടി. സിദ്ധാർത്ഥ തന്നെ കാണാൻ വരില്ലെന്ന് ഉറപ്പായിരുന്നു. പിന്നെ സുധീരനമ്മാവൻ എല്ലാം അറിയുന്നതുകൊണ്ട് അവർ മൂന്നാളധികം നിർബന്ധിക്കില്ല. അതും ഒരു ആശ്വാസം. വാതിൽ തട്ടിയിട്ട് അവൾ ബോൾട്ട് തുറക്കാനായി ആഞ്ഞു. വിടുന്ന ചിരിയോടെ മുമ്പിൽ നിൽക്കുന്ന ആളെ അവൾ ഒരു നിമിഷം കണ്ണിമയ്ക്കാതെ നോക്കിപ്പോയി. സിദ്ധു. സ്വാദേശി പറഞ്ഞത് ശരിയാണ്. അല്പം തടിച്ചിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ വേറൊരു മാറ്റവുമില്ല. ഒരു കണ്ണട മുഖത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ഡോക്ടറുടെ ഭാവം തന്നെയാണ് ആളിപ്പോ. ചേച്ചി അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്, ഇവിടെ ഇല്ല. വാക്കുകൾ കൊത്തിപ്പറിക്കുമ്പോഴും അയാളുടെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ചാരു, ആർദ്രമായി സിദ്ധാർത്ഥ വിളിച്ചു. മറന്നോ നീ എന്നെ? ചാരുലതയുടെ ഉള്ളം വിങ്ങി. മറക്കാനോ? എന്നെ വഞ്ചിച്ച് നിങ്ങളെയോ? ഈ ജന്മം ചാരുവിനത് പറ്റില്ല. ദയവ് ചെയ്തൊന്ന് പോയി തരൂ. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ മുറുമുറുത്തു. നിന്നെ വഞ്ചിച്ച സിദ്ധാർത്ഥിനെയല്ല, നിന്നെ സ്നേഹിച്ചിരുന്ന സിദ്ധാർത്ഥിനെ മറന്നുവെന്ന എന്റെ ചോദ്യം. ഉത്തരം പറയാതെ അവൾ വാതിൽ വലിച്ചടക്കുമ്പോഴേക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ നിലത്ത് വീണിരുന്നു. ചിങ്ങം 30, അത് മതി ജോത്സ്യരെ. അച്ഛൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് ചാരുലതയും സ്വാതിയും കുളക്കടവിൽ നിന്ന് വീട്ടിലേക്കുള്ള പടികൾ കയറിയത്. കത്തിച്ചു വെച്ച തിരിയെ നിരത്തി വെച്ച കാവടിപ്പലകയും കണ്ടപ്പോഴേ കാര്യം മനസ്സിലായിരുന്നു. അപ്പോ അതങ്ങോട്ട് ഉറപ്പിക്കാം. എല്ലാവരുടെ മുഖത്തും ആലോചന ഉറച്ചതിന്റെ സന്തോഷം അലടിക്കുന്നുണ്ട്. ഇന്ന് 11 ഇത്രയും കുറച്ചു ദിവസം കൊണ്ട് കൂട്ടിയാ കൂടുവച്ചാ. അച്ഛൻ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്. ചാരുലത അകത്തേക്ക് നടന്നു. മുറുക്കി ചുവപ്പിച്ച ചുണ്ടു നനച്ചുകൊണ്ട് അദ്ദേഹം വിളിക്കെ ചിരിച്ചു. നിനക്ക് ഓർമ്മയില്ലേ ജാനകിയുടെ കല്യാണം? എത്ര നാളുണ്ടായിരുന്നു ഒരുക്കങ്ങൾക്ക്? വൃശ്ചിക അവസാനം തീരുമാനമായത് ആലോചന. ധനു ആദ്യവാരം പന്തൽ പൊങ്ങിയില്ലേ? അതുപോലെ ഇതും നടക്കും. പറയുമ്പോൾ മുത്തശ്ശന്റെ മുഖത്ത് വെച്ച തീക്ഷ്ണഭാവം ചാരുലത ശ്രദ്ധിക്കാതിരുന്നില്ല. അത് നടക്കാണ്ട് പോയി. തീരുമാനങ്ങളെല്ലാം തെറ്റി. പക്ഷേ ഇത്തവണ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നടക്കൂ എല്ലാം. വിഷാദത്തോടെ തലാഴ്ത്തിരിക്കുന്ന മുത്തശ്ശിയുടെ കണ്ണുകളിലും ചാരുലതക്ക് അപകടം മണക്കുന്നുണ്ടായിരുന്നു. പുടവെടുപ്പും അലങ്കാരങ്ങൾക്കുമായി കൈമയും മറന്ന് സ്വാതിയോടൊപ്പം തന്നെയുണ്ടായിരുന്നു ചാരു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു സിദ്ധാർത്ഥിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന്. പതിയെ പതിയെ താനും പഴയ ഓർമ്മകളിൽ നിന്ന് മുക്തിയാവുന്ന പോലെ അവൾക്ക് തോന്നി. എങ്കിൽ പോലും സിദ്ധുവിനോടുള്ള വെറുപ്പ് കലർന്ന പ്രണയം മനസ്സിന്റെ ചിപ്പിക്കുള്ളിൽ അടച്ച് സൂക്ഷിച്ചു. വിവാഹത്തിന് 3 നാൾ മുമ്പായിരുന്നു സ്വാതി വല്ലാതെ വിഷണ്ണയായി മേശമേൽ തലവെച്ച് കിടക്കുന്ന ചാരു കണ്ടത്. എന്തുപറ്റി ചേച്ചി? അവൾ അരികെ ചെന്ന് സ്വാതിയുടെ മുഖം പിടിച്ചുയർത്തി. കണ്ണ് കലങ്ങിയിരിക്കുന്നു. നന്നായി കരഞ്ഞ ലക്ഷണം. തലവേദനയുണ്ട് നിനക്ക്? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. ഒന്നുമില്ല മോളെ. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച സ്വാതിയെ ചാരു വിടാതെ പിടിച്ചിർത്തി. കാര്യം പറഞ്ഞിട്ട് പോയാ മതി. അവളുടെ ശാഠ്യത്തിന് മറുപടിയായത് സ്വാതിയുടെ പൊട്ടിക്കരച്ചിലായിരുന്നു. എന്താ സ്വാതിയേച്ചി കാര്യം? എന്താ സ്വാതിയേച്ചി കാര്യം? എന്നോട് പറയ്. ഇങ്ങനെ കരയാൻ മാത്രം എന്തുണ്ടായി? ഏങ്ങലടിച്ചുകൊണ്ട് സ്വാതി ചാരുവിനെ കെട്ടിപ്പിടിച്ചു. സിദ്ധുവേട്ടൻ ഈ വിവാഹം ഇഷ്ടമല്ലെന്ന് തോന്നുന്നു മോളെ. കരച്ചിലിനിടയിൽ അവൾ പറഞ്ഞൊപ്പിച്ചു. ആരെ ഈ മണ്ടത്തരങ്ങളൊക്കെ ചേച്ചിയെ പറഞ്ഞു കേൾപ്പിക്കുന്നത്? സിദ്ധു പറഞ്ഞു അങ്ങനെ? വെപ്രാളത്തോടെ ചാരു ആരാഞ്ഞു. വാക്കാൽ പറഞ്ഞില്ല, പക്ഷെ ഏട്ടൻ്റെ പെരുമാറ്റം അതിൽ നിന്ന് തന്നെ മനസ്സിലാകും മോളെ. വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അഥവാ എടുത്താൽ അപ്പയ്ക്ക് ഫോൺ എടുത്തന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ധൃതിയ. പെണ്ണാൾ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അറിയോ നിനക്ക്? എന്താ കാരണം ചേച്ചി ചോദിച്ചോ? പലവട്ടം. ഇന്ന് പക്ഷെ പരിധി കടന്നു. ഈ അവഗണന സഹിക്കാൻ വയ്യ. നാളെ കഴിഞ്ഞ് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങേണ്ടവരല്ലേ? ഇങ്ങനെ പോയാൽ. വീതുമ്പിക്കൊണ്ട് സ്വാതി അവളിൽ നിന്ന് അകന്നു മാറി. എന്നിട്ട് എന്താ സിദ്ധു കാരണം പറഞ്ഞ്? ഉദ്യോഗത്തോടെ ചാരുലത അവളെ നോക്കി. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഒന്ന് മാത്രം പറഞ്ഞു, ഈ വിവാഹം ഒരു പ്രായശ്ചിത്താണെന്ന്. സിദ്ധുവേട്ടൻ സ്നേഹിച്ച പെണ്ണിനുള്ള പ്രായശ്ചിത്തം. അവൾ ആരാണെന്ന് പറഞ്ഞോ സിദ്ധു? ഉള്ളിലെ പരിഭ്രമം പുറത്തു വരാതിരിക്കാൻ ചാരുലത പണിപ്പെടുന്നുണ്ടായിരുന്നു. പറഞ്ഞു. ചാരുവിന്റെ ശ്വാസം നിലക്കുന്നവരെ തോന്നിപ്പോയി. അദ്ദേഹത്തിന്റെ ജീവനാണ് അവളെന്ന് പറഞ്ഞു. അത്രമാത്രം. പിന്നെ എന്തിനാ ചാരു ഞാൻ ഈ വിഡ്ഢിവേഷം കെട്ടുന്നത്? ഓരോ പെണ്ണാണെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സന്തോഷത്തിന് വേണ്ടി നിന്നു കൊടുക്കുമ്പോഴും ജാതകദോഷം കാരണം എല്ലാം മുടങ്ങുമ്പോഴും നെഞ്ചു പെടുകയായിരുന്നു. പക്ഷെ ഇന്ന് അതിനേക്കാൾ വേദനയാ സിദ്ധുവേട്ടൻ എന്നുള്ള ഈ പെരുമാറ്റം. ഈ ബന്ധം വേണ്ടായിരുന്നു തോന്നാ മോളെ. എന്ത് വിവരക്കേടെ സ്വാധീനിച്ച് ഈ പറയുന്നേ? ഇത്രയും വരെ എത്തിയിട്ട് വേണ്ടാന്ന് വെക്കേ. സിദ്ധു എന്ന് തമാശക്ക് പറഞ്ഞു. അതും കേട്ടുകൊണ്ട് കരയാൻ ഒരു പൊട്ടിപ്പെണ്ണു. ഞാൻ സംസാരിക്കാം സിദ്ധുവിനോട്. എന്നെ സ്വാധീനിച്ച് വിഷമിക്കാതെ ഉഷാറായിട്ടിരിക്കേ. നാളെ തൊട്ട് അതിഥികളുടെ മേളായിരിക്കും. ഇങ്ങനെ മോടിക്കിട്ടിരുന്ന ആർക്കതിൻ്റെ ഛേദം? ചാരുലത സ്വാതിയുടെ മുഖം കൈപ്പത്തിയാൽ ഒപ്പിയെടുത്തു. കണ്ണുനീർ തുടച്ചു.
അഴിഞ്ഞുളഞ്ഞ മുടിയിഴകൾ ഒതുക്കി വെച്ച് അവളുമായി പുറത്തേക്ക് നടക്കുമ്പോഴും മനസ്സിലൊരായിരം ചോദ്യങ്ങളുടെ വിള്ളലുകൾ അവളുടെ ഹൃദയത്തിൽ വിണ്ടുകീറിയിരുന്നു. സിദ്ധു സ്നേഹിച്ച പെണ്ണ് അത് താനാണെന്നറിഞ്ഞാൽ അവിടെ തീർന്നുമില്ല. പാടില്ല. ഒരു പൂമുട്ടിനെ പോലും ദ്രോഹിക്കാതെ തന്നെ ചേച്ചി. അവളുടെ നിഷ്കളങ്കതയ്ക്ക് ഒരുപക്ഷെ തന്റെ സത്യം താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് എരിയുന്ന തന്റെ മനസ്സിനെ ക്ഷമയുടെ നീർത്തുള്ളികൾ കുടഞ്ഞിട്ട് ശമിപ്പിക്കുവാൻ താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം ഒരുങ്ങുന്നതുകൊണ്ട് അവൾക്ക് പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്ത് ഫലം? നാളെ തന്നെ സിദ്ധുവിനോട് സംസാരിക്കണം. ചാരുലത മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു. ഇങ്ങനെ വെറുതെ തിരഞ്ഞു നിൽക്കാനാണ് ചാരു നീ എന്നെ വിളിച്ച്? കടൽ തീരത്ത് ഒഴിഞ്ഞൊരു ഭാഗത്തായിരുന്നു സിദ്ധാർത്ഥും ചാരും. ചാരുലത ചെറുതായെന്ന് മന്ദസിച്ചു. ഒരു പിടി മണൽത്തരികളെ കൈക്കുമ്പിളിൽ അവൾ വാരിയെടുത്തു. ഈ മണൽത്തരികളെ കണ്ടോ സിദ്ധു? അയാൾ ചോദ്യഭാഗത്തിൽ അവളെ നോക്കി. ഇത് ബന്ധങ്ങളാ. ഒരു മണൽത്തരിക്ക് വേറൊന്നിനോടുള്ള അടുപ്പം അവയൊക്കെ ചേർത്ത് വെക്കപ്പെടുന്ന ഈ കൈവിരലുകൾ ഒന്നായി അടുപ്പിച്ച് വെക്കുമ്പോഴാണ്. ഒരു താമരമട്ട് പോലെ കൈവിരലുകൾ കൂമ്പി മണൽത്തരികൾ ഒന്നായി മുറുകെ പിടിച്ചു ചാരുലത. ഈ വിരലുകൾ ഓരോന്നും എൻ്റെ കാഴ്ചപ്പാടിൽ ഓരോ വികാരങ്ങളെയാണ് സിദ്ധു പ്രതിനിധീകരിക്കുന്നത്. സ്നേഹം, വിശ്വാസം, പരസ്പരമുള്ള മനസ്സിലാക്കൽ, നിഷ്കളങ്കത, സത്യസന്ധത. അവൾ ഓരോ വിരലുകളായി വിടർത്താൻ തുടങ്ങി. ഇത് നോക്കൂ, ഓരോ വികാരങ്ങളെയും വിരൽ വളച്ച് താഴ്ത്തുമ്പോൾ ഓരോ തരികളും നിലംപതിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് കണ്ണിമയ്ക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. ഞാനും നിങ്ങളും ഈ മണൽത്തരികളിൽ ഏതോ രണ്ടെണ്ണം മാത്രമായിരുന്നു സിദ്ധു. ആദ്യമായി എനിക്ക് നിങ്ങളിൽ നിന്നുള്ള സത്യസന്ധത നഷ്ടപ്പെട്ടു. ചാരു ഒരു പിടി മണൽത്തരികൾ കോരിയെടുത്തു. പറയുന്നതിന് മുന്നോടിയായി ചെറുവിരൽ മടക്കി. പിന്നീട് വിശ്വാസം, നമ്മുടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, നിഷ്കളങ്കത, പിന്നീട് നിങ്ങൾക്ക് എന്നുള്ള സ്നേഹം പോലും എനിക്ക് അന്യമായി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.